ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്താണ്, നമ്മളെപ്പോഴും പറയും കുട്ടികളെ, പെൺകുട്ടികളെ നല്ലപോലെ ശ്രദ്ധിക്കണം. നേരം വൈകി വന്നിട്ടുണ്ടെങ്കിൽ അവരോട് എവിടെയെന്ന് ചോദിക്കണം. അവർ ഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, അവരെവിടെ പോകുന്നത് ശ്രദ്ധിക്കണം, അവർ ഫോണിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അവർ കൂടുതൽ ഒന്നും കൂടെ ഒരു നല്ല ഇതിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം, അവർ മുടി കാണിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാം നമ്മൾ പെൺകുട്ടികളെയാണ് നമ്മൾ പറയാറല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, പെൺകുട്ടികളുടെ വസ്ത്രധാരണം ആണോ തെറ്റ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 1 മാസവും 2 മാസവും പ്രായമുള്ള മക്കളെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യാൻ ആണിന് തോന്നുന്നത്? ആ കുഞ്ഞിന് എന്ത് വസ്ത്രധാരണമാണ് ശരിയല്ലാത്തത്? എങ്ങനെയാണ് 60 വയസ്സിന് മുകളിലുള്ള ഒരു അമ്മൂമ്മനെ അല്ലെങ്കിൽ ഒരു അമ്മനെ ബലാത്സംഗം ചെയ്യാൻ ഒരാണിന് തോന്നുന്നത്? അവരുടെ അവർ എന്ത് ഡ്രസ്സിങ്ങാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ഒരു പശുമാടിനെ കാണുമ്പം എന്താണ്, അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം? ഒരു സ്ത്രീയുടെ വസ്ത്രധാരണമാണോ പ്രശ്നം? ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യല്ല ഞാൻ. അപ്പം എനിക്ക് ഒരുപാട് ഉമ്മമാരോട് പറയാനുള്ളത്, ഉപ്പമാരെ വിടുകയാണ് ഞാൻ, ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പെൺകുട്ടികളെ അടക്കി ഒതുക്കി വളർത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു മോനുണ്ടെങ്കിൽ അവർക്കും പറഞ്ഞു കൊടുക്കുക. എന്താണെന്നറിയോ, റോഡിലൂടെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോകുമ്പം അവളുടെ വേറുള്ള ഭാഗത്തോട്ട് നോക്കുകയല്ല വേണ്ടത്. അവൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്, അവൾ സെക്യൂർഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഒരു പെണ്ണിനെ കാണുമ്പം അവളുടെ എക്സ്പോസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളിലോട്ട് നോക്കി സംസാരിക്കാതെ അവളുടെ മുഖത്തോട്ട് നോക്കി സംസാരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക. ഫസ്റ്റ് ഒരാണ് വളർന്നു വരുമ്പം അവന് പറഞ്ഞു കൊടുക്കുക പീരീഡ്സ് എന്താണ്, ഡെലിവറി എന്താണ്, പ്രഗ്നൻസി എന്താണ്, ഒരു സ്ത്രീക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ എന്തൊക്കെയാണ്, ഒരു പെണ്ണിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ, ഒരു പെണ്ണിനെ എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്നുള്ളത് മോന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാതെ പെൺകുട്ടികളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഈ സമയം പുറത്തിറങ്ങരുത്, ആ സമയം ഇത് ചെയ്യരുത്, ആ സമയം ഇങ്ങനെ ചെയ്യണം, ഈ സമയം കല്യാണം കഴിപ്പിക്കണം, ആ സമയമാകുമ്പോൾ കല്യാണം കഴിപ്പിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നം. ഇത് പെൺകുട്ടികളെ മാത്രമല്ല, ആൺകുട്ടികളെ നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന സമയത്ത് ഈ പീരീഡ്സ് ആണ് മോൻ കേൾക്കും എന്ന് നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടി പുറത്തു പോകുമ്പം ഇങ്ങനൊരു സംഭവം കാണുമ്പം അത് വേറൊരു പെൺകുട്ടികളിൽ കാണുമ്പം അവനത് അത്ഭുതത്തോടെ നോക്കി കാണുള്ളൂ. നിങ്ങൾ അവൻ്റെ മുന്നിൽ നിന്ന് എന്തൊക്കെ മറച്ചു വെക്കുന്നോ ഇതൊക്കെ പുറത്തു പോകുമ്പോൾ അറിയാൻ അവൻ ആഗ്രഹിക്കും. കാരണം ഫോൺ യൂസേജ്, ഇൻ്റർനെറ്റ് യൂസേജ്, ഇതെല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് സ്വന്തം അമ്മമാരാണ് അവർ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. ഞാൻ പറയുന്നതിനോട് എത്ര പേര് യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കിന്നൊരു മകനാണുള്ളത്. നമ്മളൊരു ആൺകുട്ടിക്ക് ഒരു എൽഡർ സിസ്റ്റർ ഉണ്ടെങ്കിൽ ആ സിസ്റ്റർ ഒരു അനിയന് പറഞ്ഞു കൊടുക്കേണ്ടത്, ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് സെക്സ് എഡ്യൂക്കേഷനാണ്. വീട്ടിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കി വളരുന്ന ഒരു ആൺകുട്ടിയും പുറത്തു പോയ ഒരു പെൺകുട്ടീനെ തെറ്റായ രീതിയിൽ നോക്കില്ല എന്നുള്ളതിൽ 100% ഞാൻ ഗ്യാരണ്ടി പറയും. നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ നിങ്ങളുടെ ആൺമക്കൾ റൂമിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് ഫോണിൽ എന്താ കാണുന്നത് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. 10 വയസ്സ് 12 വയസ്സുള്ള ആൺകുട്ടികൾ ഫോണിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് ഫോണില്ലാതെ ഒരു മക്കളും നിൽക്കില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഒരു പെൺകുട്ടി ഫോൺ കൊണ്ട് റൂമിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി ആരെ വിളിക്കുന്നത്, ഓളാരോടെ സംസാരിക്കുന്നത്, ഇത് നിങ്ങളൊരു ആൺകുട്ടീൻ്റെ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല. ഇന്നും ഭൂരിഭാഗം പറയുകയാണെങ്കിൽ നമ്മളൊരു ആൺകുട്ടീൻ്റെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. ഞാനിത് ഇത്രത്തോളം ഇമോഷണലി ഞാനിത് സംസാരിക്കുന്നതിൻ്റെ മെയിൻ റീസണ് എനിക്ക് മനസ്സിലാവുന്നില്ല. 1 മാസം 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ 60-70 വയസ്സുള്ള ഒരു സ്ത്രീ, ഒരു അമ്മൂമ്മനെ, ഒരു വല്യമ്മാനെ, അതൊക്കെ പ്രശ്നം നമ്മളുടെ പാരൻറ്റിങ്ങിലാണ് ഫസ്റ്റ്. രണ്ടാമത്തെ കാര്യം, ഒരു 10ാം ക്ലാസ് എത്തുമ്പം അല്ലെങ്കിൽ ഒരു 15, 16, 17 വയസ്സെത്തുമ്പം നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങളുടെ ആൺകുട്ടികളെ? ഇല്ല. അവർക്ക് എന്താ പറയാറ്, എന്തെങ്കിലും ചോദിച്ചെന്ന് ഓൻ കൊണ്ട് മേത്തേക്ക് ചാടും, ഓനോടൊന്നും ചോദിക്കാൻ വയ്യ, എങ്ങനെ പറയുക? കൺട്രോള് നമ്മൾ ഉമ്മമാരുടെ കയ്യിൽ എപ്പോഴും വേണം. നമ്മളുടെ അടുത്ത് ഒതുങ്ങുന്നില്ലെങ്കിൽ ഭർത്താക്കന്മാരോട് പറയുക, ഉപ്പമാരോട് പറയുക, അവർ ശ്രദ്ധിക്കട്ടെ. അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലാണ് സമൂഹത്തിൻ്റെ നിലനിൽപ്പുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ എപ്പോഴും നമ്മൾ അവൻ ചൂടാകുകയാണ്, ഓൻ ആൺകുട്ടിയല്ലേ, ഓൻ പോയി, ഓൻ എപ്പോഴേ ഓൻ വന്നോളും, ഓൻ ആൺകുട്ടിയല്ലേ, ഓന് ഫോണൊക്കെ നിർബന്ധമല്ലേ. 10-12 വയസ്സാകുമ്പോഴേക്ക് സ്വന്തമായിട്ട് ഈ ഫോണായിട്ട് എന്താ അവർ ചെയ്യുന്നത് നമ്മൾ നോക്കണില്ല. ചിലപ്പോൾ നമ്മളുടെ മുന്നിൽ നല്ല പക്കായിരിക്കും, പുറത്ത് പോയാൽ ആ കുട്ടി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല.
ഒരു ഉമ്മ തന്നെയാണ് അത് പറഞ്ഞു കൊടുക്കേണ്ടത്. അവിടെ ഒരു മടിയും കാണിക്കണ്ട. അവർ പുറത്ത് പോയിട്ട് വേറെയുള്ള രീതിയിൽ കുട്ടികൾ, ഞാനുള്ളത് പറയാണ്, നമുക്കറിയുന്ന നമ്മൾ നല്ല രീതിയിൽ എന്ന് പറയുന്ന ആൺകുട്ടികൾ തന്നെയാണ് ഒരു പെൺകുട്ടീനെ എങ്ങനെ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ പറയും പഞ്ചപാവായിരുന്നു, ഓൻ സ്നേഹിച്ചോ എന്നുള്ളൊരു സംശയമായിരിക്കും. എന്താ അവന് സ്നേഹിച്ചൂടെ? ഇതൊക്കെ ഞാൻ പറയുമ്പം സ്വാതന്ത്ര്യം കൊടുക്കണ്ട, എല്ലാത്തിനും പ്രശ്നം, അങ്ങനെയല്ല. ഒരു പിടുത്തം നമ്മളുടെ കയ്യിൽ വേണം. ഒരു പെണ്ണെന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം. എനിക്ക് മനസ്സിലാകാത്തത്, പെൺകുട്ടികളാണെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ പ്ലേറ്റ് കഴുകി വെക്കണം. ആൺകുട്ടികളാണെങ്കിൽ ഓൻ ആൺകുട്ടിയല്ല, ഓൻ്റെ ഞാൻ കേൾക്കോളാം. പെണ്ണെന്താണോ പഠിക്കുന്നത് ആണും അതുപോലെ ആൺകുട്ടികളും പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഓൻ്റെ പെണ്ണുങ്ങളുണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഓൻ്റെ പെങ്ങൾ ചെയ്തോട്ടെ, ഓൻ്റെ ഉമ്മ ചെയ്തോട്ടെ. സെൽഫായിട്ടുള്ള കാര്യങ്ങൾ അവരെ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. നമ്മൾ ചെറുപ്പം മുതൽ എന്താണ് അവർക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, ഇതാണ് അവർ കല്യാണം കഴിഞ്ഞാലും ചെയ്യുന്നത് അല്ലേ? നമ്മൾ അവർക്ക് പ്ലേറ്റ് കഴുകി കൊടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ അവർ നാളെ, എൻ്റെ അമ്മ എനിക്ക് കഴുകി തന്നാണ്, ഇജിൻ്റെ പാത്രം കഴുകിക്കണം, എൻ്റെ അമ്മയാണ് എനിക്ക് വാഷ് ചെയ്തത്, എല്ലാം ഇതൊക്കെ പറയുന്നത് അവർ നാളെ നല്ല രീതിയിൽ അവർ സെൽഫായിട്ട് പുറത്തെവിടെ നിൽക്കുമ്പം അവർ ശീലിക്കുന്നതിനും ഇത് നല്ലത് തന്നെയാണ്. ഈ സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നാളെ ഒരു പെണ്ണിനെ അവർ കല്യാണം കഴിക്കുമ്പം അവർക്ക് അതും അതിലോട്ട് ഹെൽപ്പാണ്. ഒരിക്കലും ഒരു ഫോണിലുള്ള വീഡിയോനെ അവർ ഡിപ്പെൻഡ് ചെയ്യില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇതിനോടൊക്കെ എത്രത്തോളം പേര് യോജിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. കാരണം കൗൺസിലിങ്ങിലൂടെ, അത് പറഞ്ഞപ്പോഴാണ്, കൗൺസിലിങ്ങിന് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കൗൺസിലിങ്ങിലൂടെ ഒരുപാട് ആണുങ്ങൾക്ക് 10-15 ആണുങ്ങളെന്ന് പറയാൻ പറ്റില്ല, 15-16 വയസ്സുള്ള കുട്ടികളോട് ഞാൻ സംസാരിക്കുമ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്. ഉമ്മമാരും എൽഡർ സിസ്റ്റേഴ്സൊക്കെ അവർക്കുണ്ട്. അവരൊന്നും പറഞ്ഞു കൊടുക്കാതെ ആകുമ്പോഴാണ് ഇവർ പുറത്തോട്ട് പോകുന്നത്, ഇവർ ഈ ഫോണിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതൊരിക്കലും ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ആ ഒരു പെൺകുട്ടീനെ പുറത്തുനിന്ന് കാണുമ്പോൾ ആ നെഗറ്റീവായിട്ടുള്ളൊരു തോന്നൽ അവർക്ക് അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ തെറ്റാരുടെ ഭാഗത്താണ്. അപ്പം നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. പെൺകുട്ടികളെ പൊത്തി വളർത്തുന്നതോടുകൂടി ആൺകുട്ടികളെ പൊത്തുന്നില്ലെങ്കിലും ശരിക്കും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് വളർത്തണം. ഏത് കാര്യമാണെങ്കിലും പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള എന്തിനാണ് ആ വേർതിരിവ്? പെണ്ണിന് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആണിനും മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സക്സസ്ഫുൾ പാരൻറ്റിങ് ലൈഫാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. ഞാൻ ഒരുപാട് ഇത് നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ പറഞ്ഞതിലൂടെ കുറച്ച് പേരൻസിനെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ കൗൺസിലിംഗ് കൊടുത്ത് എനിക്ക് മനം മടുത്തിട്ട്, അതായത് ഈ ടോപ്പിക് എനിക്ക് വരുമ്പം എനിക്ക് കേൾക്കുമ്പം അത് പാരൻസിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് പറയുമ്പോൾ പോലും ചില പേരൻസ് മനസ്സിലാക്കുന്നില്ല കുട്ടികളുടെ മിസ്റ്റേക്ക് അല്ല അത്. അതുകൊണ്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്നെനിക്ക് അറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞതിലൂടെ ആരെങ്കിലും 1-2 പേർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി, ടാറ്റ, ബൈ.